തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഭാഷ പഠിക്കാൻ 4 കാര്യങ്ങൾ വേണമെന്നാണ് പറയുക. ലിസണിങ്, സ്പീക്കിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 വഴികളിലൂടെയാണ് നമ്മളൊരു ഭാഷ പഠിക്കുക. ഭാഷ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ, ആശയങ്ങളെ, ചിന്തകളെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ്, മാർഗമാണ്. ലാംഗ്വേജ് ഈസ് എ മീൻസ്. പക്ഷേ ഈ ഭാഷ പലപ്പോഴും അതിൻ്റെ ലക്ഷ്യം നേടുന്നുവോ എന്നുള്ളത് നമ്മുടെ ചിന്ത. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന്. എത്രയോ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥത മുഴുവൻ മറ്റുള്ളവരോട് കോപിക്കുന്നതിലൂടെ നമ്മൾ പുറത്താക്കുന്നു. അപ്പോൾ നമ്മൾ കോപിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെന്നാ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു എന്ന് ക്രിസ്തു പറയുമ്പോഴും ഹൃദയത്തിനുള്ളിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകണം. ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്മയും തിന്മയും പുറപ്പെടുക എന്ന് യേശു പഠിപ്പിക്കുമ്പോഴും അതിനൊരുപാട് വേരുകൾ പുറത്തുണ്ട്. നന്മയും തിന്മയും കളയും വിളയും ഒരുപോലെ വിളയുന്ന ഒരു വയൽ പോലെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയാറില്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മ എന്തുമാത്രം അറിയണമെങ്കിൽ നമ്മൾ ഹൃദയത്തിലേക്ക് തന്നെ നോക്കണം. ഹൃദയത്തിൻ്റെ നന്മ നശിച്ചാൽ അത് ദൈവത്തെ ദുഃഖിപ്പിക്കുമെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയവും അന്തരംഗവും ദുഷിച്ചു, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുവെന്ന്. അതുകൊണ്ട് നല്ല ഹൃദയമുള്ള മനുഷ്യരാകണം. ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം നന്മ കൊണ്ട് നിറയണം. ഈ ഹൃദയവൽക്കരണം പലപ്പോഴും നടക്കാതെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ വികാരം കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന, ശുശ്രൂഷ ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്നൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഫാദർ ജോസഫ് വടക്കൻ. തൃശ്ശൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സേവന മേഖല. അദ്ദേഹം പറയുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമുണ്ട്. അതാണ് ഹൃദയവൽക്കരണം. തലയുടെ മനുഷ്യരല്ല നമ്മളൊക്കെ ഹൃദയത്തിൻ്റെ മനുഷ്യരാകണം. നല്ല ഹൃദയമുള്ള, ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന, ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സമീപിക്കുന്ന, ഹൃദയം കൊണ്ട് ശുശ്രൂഷിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരാകുക. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്കും തിരിഞ്ഞു നോക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ അതെന്തിൻ്റെ ഭാഷയാണ് എന്ന്. നിർമ്മലമായൊരു ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം ദൈവമേ ഞങ്ങൾക്കും നൽകണമേ.